കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാൽ തന്നെയാകുമെന്ന സൂചനകൾ ശക്തമാകുന്നു. ഡൽഹിയിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്കൊടുവിൽ ഹൈക്കമാൻഡ് ഏകദേശ ധാരണയിലെത്തിയതായാണ് വിവരം. പ്രഖ്യാപനത്തിന്റെ ഔദ്യോഗികമായ സാങ്കേതികത്വം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പൂർണ്ണ പിന്തുണ കെ.സിക്കുണ്ട്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് മുന്നിൽ ഹൈക്കമാൻഡിനെ വിറപ്പിക്കുന്നത് കേരളത്തിലെ ബി.ജെ.പിയുടെ വളർച്ചയും പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന വെല്ലുവിളിയുമാണ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ അദ്ദേഹം നിലവിലെ ആലപ്പുഴ ലോക്സഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും. ഇതിനെ തുടർന്ന് ആലപ്പുഴയിൽ നടക്കേണ്ടിവരുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലം കോൺഗ്രസിന് നഷ്ടമാകുമോ എന്ന ഭയം രാഹുൽ ഗാന്ധിയെ അലട്ടുന്നുണ്ട്. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. ഉണ്ടാക്കിയ മുന്നേറ്റവും വോട്ട് വിഹിതത്തിലെ വർധനവുമാണ് ഹൈക്കമാൻഡിനെ ഇത്തരമൊരു പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും നിയമസഭയിലേക്ക് കെ.സി. ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ലോക്സഭയിലെ ഉപതെരഞ്ഞെടുപ്പ് സങ്കീർണമാണ്. ആലപ്പുഴയിൽ കെ.സിക്ക് പകരം മറ്റൊരു കരുത്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ അണികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു നേതാവ് എതിർപക്ഷത്ത് വരുമ്പോൾ ചെറിയൊരു വോട്ട് ചോർച്ച പോലും കോൺഗ്രസിന്റെ പതനത്തിന് കാരണമായേക്കാം. ദേശീയ തലത്തിൽ ഓരോ ലോക്സഭാ സീറ്റും പ്രധാനമാണെന്നിരിക്കെ കേരളത്തിലെ ഒരു സീറ്റ് ബി.ജെ.പിക്ക് സമ്മാനിക്കേണ്ടി വരുമോ എന്ന ആദിയിലാണ് നേതൃത്വം. ഇതിനിടയിൽ മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയുടെ നിലപാടും നിർണായകമാണ്. സമവായ ചർച്ചകളിൽ ആന്റണി രമേശ് ചെന്നിത്തലയ്ക്കായി നിർബന്ധം പിടിച്ചാൽ നറുക്ക് ചെന്നിത്തലയ്ക്ക് വീഴാനും സാധ്യതയുണ്ട്. ഗ്രൂപ്പ് പോര് രൂക്ഷമായ കേരള കോൺഗ്രസിനെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ചെന്നിത്തലയുടെ അനുഭവ സമ്പത്ത് ഗുണകരമാകുമെന്ന് ആന്റണി കരുതുന്നു. കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ തുടരുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിന് നല്ലതെന്ന അഭിപ്രായവും ഒരു വിഭാഗത്തിനുണ്ട്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയാൽ ആലപ്പുഴയിലെ ഉപതിരഞ്ഞെടുപ്പ് ഒഴിവാക്കാം എന്ന വലിയ നേട്ടം കോൺഗ്രസിനുണ്ട്. നിലവിൽ എം.എൽ.എ. അല്ലാത്ത കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമ്പോൾ ഉണ്ടാകുന്ന ഭരണഘടനാപരമായ കടമ്പകളും രാഷ്ട്രീയ വെല്ലുവിളികളും ചെന്നിത്തലയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ആന്റണിയുടെ വാക്കുകൾക്ക് ഹൈക്കമാൻഡ് വില നൽകിയാൽ കേരള രാഷ്ട്രീയത്തിലെ ചിത്രം മാറും. വി.ഡി. സതീശനും മുഖ്യമന്ത്രി കസേരയ്ക്കായി ശക്തമായ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ കെ.സി. വേണുഗോപാലിന്റെ വരവോടെ സതീശൻ പക്ഷം അല്പം പ്രതിരോധത്തിലായിരിക്കുകയാണ്. സതീശനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തോ അല്ലെങ്കിൽ സുപ്രധാന വകുപ്പുകളോ നൽകി അനുനയിപ്പിക്കാനാണ് നീക്കം. എന്നാൽ സതീശൻ പക്ഷം ഇതിനോട് പൂർണ്ണമായി യോജിച്ചിട്ടില്ല. ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് തെരുവിലേക്ക് പടരുന്നത് തടയാൻ ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് ഇത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമാണ്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഭരണത്തലവനാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഭീതിയും ഗ്രൂപ്പ് പോരും അദ്ദേഹത്തിന്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ കേരളത്തിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ആലപ്പുഴയിലെ ജനവികാരം കെ.സിക്ക് അനുകൂലമാണെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നത് ജനങ്ങളിൽ വിരുദ്ധ വികാരം ഉണ്ടാക്കുമോ എന്നും കോൺഗ്രസ് ഭയപ്പെടുന്നു. പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ സജീവമായാൽ അത് നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിച്ചേക്കാം. ബി.ജെ.പിയുടെ വിജയസാധ്യതയേക്കാൾ കോൺഗ്രസിന്റെ വോട്ട് വീതം കുറയുന്നത് ദേശീയ തലത്തിൽ മോശം സന്ദേശം നൽകുമെന്നാണ് രാഹുലിന്റെ വിലയിരുത്തൽ. ഇതിനിടയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയായാലും ഭരണസ്ഥിരത ഉറപ്പാക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ യു.ഡി.എഫിലെ കരുത്തുറ്റ നേതാക്കളുമായി അദ്ദേഹം എങ്ങനെ ഒത്തുപോകും എന്നതും ചർച്ചയാകുന്നുണ്ട്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ കഴിയുക എന്ന വാദവും ശക്തമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അടുത്ത കൂടിക്കാഴ്ചയിൽ ഈ കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടാകും. ആന്റണിയെയും സോണിയാഗാന്ധിയെയും വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ ഖാർഗെ തയ്യാറല്ല. വരാനിരിക്കുന്ന ബുധനാഴ്ച കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന ദിവസമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇപ്പോഴും ചെന്നിത്തലയ്ക്കും സതീശനും അനുകൂലമാണ്. ഈ രണ്ട് ധ്രുവങ്ങളെയും എങ്ങനെ യോജിപ്പിക്കും എന്നതിലാണ് ഹൈക്കമാൻഡിന്റെ വിജയം. ശോഭാ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ വെല്ലുവിളിയെ നേരിടാൻ കോൺഗ്രസ് പ്രത്യേക തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ആലപ്പുഴ നിലനിർത്താൻ ആവശ്യമായ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ കെ.സിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ. അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കെ.സി തുടരുകയും കേരളത്തിൽ ചെന്നിത്തലയോ സതീശനോ അധികാരമേൽക്കുകയും ചെയ്യുന്ന രീതിയിലാകും പാക്കേജ്. സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ കേരളത്തിലെ നേതാക്കൾക്കും ലഭിച്ചു കഴിഞ്ഞു. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അവസാനവട്ട ശ്രമങ്ങൾ നടത്തുകയാണ്. സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള ധാരണകൾക്കും സാധ്യതയുണ്ട്. കെ.സി. വേണുഗോപാൽ എന്ന പേര് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ എന്ന ഫാക്ടർ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ഭയവും ആന്റണിയുടെ അന്തിമ തീരുമാനവും മാത്രമാണ് ഇപ്പോൾ ചർച്ചകളെ വഴിതിരിച്ചുവിടുന്നത്. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം പുറത്തുവരുന്ന നിമിഷം വരെ ഈ ഉദ്വേഗം തുടരും. കേരളം കണ്ട ഏറ്റവും സങ്കീർണമായ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പായി ഇത് മാറിക്കഴിഞ്ഞു. ഓരോ നീക്കവും കൃത്യമായി അളന്നു തൂക്കിയാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. ആലപ്പുഴയിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയവും കേരളത്തിലെ ഭരണവും ഒരുപോലെ ഉറപ്പാക്കുന്ന ഒരു മാന്ത്രിക ഫോർമുലയ്ക്കായി കോൺഗ്രസ് കാത്തിരിക്കുന്നു. പ്രഖ്യാപനം ബുധനാഴ്ച ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം.